എന്റെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും മറക്കാതെ ഇരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല കിടക്കാച്ചി മഴ അങ്ങോട്ട് പെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഈ മഴയിൽ എനിക്ക് ആരോ കൊടുപാത്രം ചെയ്ത പോലെയുണ്ട്. ഈ മഴ കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ഞാൻ കണ്ടോണ്ട് നിൽക്കുന്നില്ല. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അമ്മയുടെ വീട്ടിലെത്തി. അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് അധികം ദൂരമൊന്നുമില്ല. ഒരു 4, 4.5, 5 കിലോമീറ്റർ ഒന്നുമില്ല. ഒരു 10 ചുവട് വെച്ച അമ്മയുടെ വീടാണ്. അതായത് ഇവിടുന്ന് 3ാമത്തെ വീടാണ് അമ്മയുടെ. അപ്പൊ അമ്മയുടെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കണം, വീടെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പെണ്ണ് കാരണം കൊള്ളാം, 10 മിനിറ്റ് സുന്ദരിയാ. നമുക്ക് ഓടി അവിടെ എത്താലോ. നമ്മളെപ്പോഴും അടുത്തുള്ളത് വളരെ നല്ലതല്ലേ. അപ്പൊ അവിടെ എത്തിയപ്പോൾ തന്നെ അനിയത്തി കട്ടൻ ചായ ഒക്കെ ഇട്ടോണ്ട് വന്നു. എല്ലാവർക്കും കൊടുത്തു. ഞാൻ കുടിച്ചില്ല. നമ്മൾ ഒരു ചായ ഒരു ദിവസം, അതാണ് നമ്മുടെ പോളിസി. ഷുഗർ അധികം കഴിക്കാറില്ല. അധികം അല്ല, ഒട്ടും കഴിക്കാറില്ല. ഷുഗർ ഇല്ലാതെയാണ് ഞാൻ കുടിക്കുന്നത്. എന്റെ ലൈവ് ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും അത്. അപ്പൊ എന്റെ അമ്മ ചീനി അങ്ങനെ അരിയുകയാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. വളരെ കിമ്പിളി കിമ്പിളിയായിട്ടാണ് അരിയുന്നത്. അതായത് കിമ്പിളി കിമ്പിളി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടില് നൈസ് എന്നാണ് അതിന്റെ മീനിങ്. അങ്ങനെ പറയും. ഞങ്ങളൊന്നും അരിഞ്ഞ അങ്ങനെ പറ്റത്തില്ല. അപ്പൊ ഞാൻ അമ്മ എന്ന് പറഞ്ഞ അമ്മ ഓടിക്കും. വേണ്ട, നീ അരിയണ്ട. എന്റെ അമ്മയ്ക്ക് ചീനി അരിയുന്നതിന് പ്രത്യേക ഒരു വശവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എന്റെ അമ്മയുടെ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കേസ്. അപ്പൊ ചീനി അരിയുന്ന കണ്ടില്ലേ, അയ്യോ ആരും കണ്ണു വെക്കല്ലേ, എന്ത് രസമായിട്ട് അരിയുന്നേ. അപ്പം എല്ലാരും കണ്ണു കഴിഞ്ഞ് ഞാൻ ദൂരെ കളഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ചീനി ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കത്തില്ല. അപ്പോഴത്തേക്ക് ചീനി വെള്ളത്തിൽ ബ്ലും ബ്ലും എന്ന് വീണിട്ട് തെറിച്ച് വന്ന് താടിയും കഴുത്തൊക്കെ പൊള്ളി, കയ്യും പൊള്ളിയായിരുന്നു. അപ്പം എല്ലാവരും എന്റെ ലൈവിലൊക്കെ ചോദിക്കും അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ എടുത്ത് കാണിച്ചത്. കരിയാറായിട്ടുണ്ട്. അപ്പൊ 1 1/2 ആഴ്ച ആയതുകൊണ്ടും ഞാൻ കുറിച്ച് കൊടുത്ത ഓയിന്റ്മെന്റ് ഇട്ടതുകൊണ്ടും, നമ്മള് നേഴ്സല്ലേ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരും എന്നെ കൊണ്ട്. അപ്പൊ ഞാൻ എഴുതി കൊടുത്ത ഓയിന്റ്മെന്റ് ഒക്കെ ഇട്ടത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. പിന്നെ അനിയത്തി പെട്ടെന്ന് ചെറിയ ഉള്ളി സവാളയൊക്കെ എടുത്ത് കഴുകി അരിഞ്ഞു കൊടുത്തപ്പോ പപ്പ പുറത്തുപോയിട്ട് വന്നു. ചിരിക്ക് പപ്പ എന്ന് പറഞ്ഞപ്പോ ഒരു ചിരി അങ്ങ് ചിരിച്ചു. ആ ചിരി കണ്ടില്ലേ. അപ്പൊ എനിക്ക് തന്നെ ചിരി വന്നു ആ ചിരി കണ്ടിട്ട്. അതെന്തൊരു ചിരിയാണ് പപ്പ. അപ്പം കൊണ്ടുവന്ന കവറൊക്കെ വാങ്ങി ഞാൻ ദേ അവിടോട്ട് എടുത്ത് വെക്കുകയാണ്. ഞാൻ അവരെല്ലാം കൂടി ഇരുന്ന് കുറേ നേരം അങ്ങ് ചർച്ചയാണ്. അല്ല, വീട്ടിലെല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ നല്ല രസമാണ്. നല്ല പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യത്തില്ലേ. അപ്പൊ അമ്മ ചീനി അരിഞ്ഞ് തീരാറായി. അപ്പൊ ഞാൻ പറഞ്ഞു അരിഞ്ഞ് തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഞാൻ വീഡിയോ എടുക്കും. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ലാസ്റ്റ് അരിയാൻ പോവാണേ, നീ വേണമെങ്കിൽ എടുത്തോണേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ അമ്മയുടെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടില്ല. അമ്മ ശരിക്കും നല്ല സൂപ്പർ കറി വെക്കും. എല്ലാത്തിനും അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. അമ്മ പറയുന്നു അടുപ്പിൽ ആ ചെറിയ തീയിൽ കനലിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്ന മീൻകറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ശരിയാണ്, അമ്മയുടെ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് മീൻകറി ഒന്നും വെക്കാൻ അറിയത്തില്ല. അപ്പൊ അനീതിയാണെന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കൂടാന്ന് പറഞ്ഞത്. അനിയത്തി ചിക്കൻ കറി വെക്കാൻ പോവാണ്. നല്ല എക്സ്പെർട്ടാണ് ചിക്കൻ കറി വെക്കാൻ. ഇവിടെ തേങ്ങക്കൊത്തില്ലാതെ പപ്പാക്ക് ഒട്ടും ഇഷ്ടമല്ല. തേങ്ങാക്കൊത്തും മസാലയെല്ലാം കൂടെ ഇട്ട് വഴട്ടുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ ഇപ്പുറത്ത് ചീനി 3 വെള്ളത്തിൽ കഴുകി അരിഞ്ഞ് വാരി. അപ്പൊ എനിക്കൊരു ജോലി തന്നു, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചോണ്ട് വരാനായിട്ട്. കിർ രണ്ടേ കിർ മതി എന്ന് പറഞ്ഞു. ഞാനൊരു കിറും കൂടെ ഇഞ്ചി, കൊടുത്തു. എന്താന്ന് വെളുത്തുള്ളി, കുഴപ്പം, ഒരു പച്ചമുളക്. കിറും കൂടെ കൊടുത്താ. അപ്പൊ ചതച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ വെളിയിലൊരു കുഞ്ഞ് അടുപ്പ് വെച്ചിട്ടുണ്ട്. അകത്ത് മറ്റേ പുകയില്ലാത്ത അടുപ്പുണ്ട്. പക്ഷെ പുകയില്ലാത്ത അടുപ്പിൽ കത്തിക്കാൻ 1 മണിക്കൂറെങ്കിലും വേണം കത്തിപ്പിടിക്കാൻ. അതുകൊണ്ട് ചെറിയൊരു അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് ചീനി വേവിക്കുന്നു. ഇവിടെ അനിയത്തി സവാള എല്ലാം കൂടെ വഴറ്റിയിട്ട് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് കുനുകുനെടുത്തെറിഞ്ഞു. അതായത് ഞങ്ങൾ വീട്ടിൽ പറയുന്നതാണ് എത്ര അരയണം. അപ്പൊ അമ്മ പറയും ഒരു ഡ്രിൽ 2 ഡ്രിൽ മതി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് അറിയുന്നതെങ്കിൽ ഈ മിക്സിയിൽ തിരിച്ചരയ്ക്കുന്നതിനാണ് ഡ്രിൽ പറയുന്നത് കേട്ടോ. അപ്പൊ പിന്നെ അത് വഴണ്ടോണ്ടിരുന്നപ്പോ തന്നെ അമ്മ പറയുന്നു ചിക്കൻ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചു ഗൈസ്. ഞാൻ അത്രേ ചെയ്തുള്ളൂ. പിന്നെ ഈ ഫോട്ടോയും പിടിച്ച് ഇടയും പിടിച്ച് കിടക്കുക. അല്ലെങ്കിൽ തന്നെ എന്റെ എന്തുണ്ടെങ്കിലും അനിയത്തി അങ്ങ് എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്തോളും. നല്ല ഫാസ്റ്റ് ആണ്. അപ്പൊ അപ്പം ചിക്കനുള്ള സാധനങ്ങളൊക്കെ വഴറ്റി വരുന്നുണ്ട്. ഇത് നല്ല തനി നാടൻ ചിക്കൻ കറിയാണ് ഗൈസ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത്? ആയിരിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇട്ടിട്ടായിരിക്കും. മുളക് പൊടി തീർന്നപ്പോ അമ്മ പൊടിച്ചു വെച്ച മുളക് അങ്ങോട്ട് വാരി വാരി ഇടുന്ന കണ്ടില്ലേ. മുളകിന്റെ കളർ കണ്ടില്ലേ. പക്ഷെ അമ്മ കഴിഞ്ഞ മാസം പൊടിച്ച മുളകിന് ക്രീം കളറാണ് ഗൈസ്. അതോ എരിയോ, ഭയങ്കര എരി. അപ്പൊ രാജു പറഞ്ഞു ഈ വരുന്ന മുളകും എല്ലാം കളർ മിക്സ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇതിനൊക്കെ ഇത്ര കളർ. ശരിയല്ല ഗൈസ്, നമ്മൾ ചിലപ്പോൾ മുളകുകൾ നോക്കുമ്പോഴത്തേക്കിന് അതിന് അത്ര കളർ കാണാറില്ല. ആന്ധ്ര വഴിയൊക്കെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഇഷ്ടം പോലെ മുളക് ഇങ്ങനെ ഉണങ്ങി കിടക്കും. അതായത് ഈ പച്ചമുളക് ഉണങ്ങുന്നതൊക്കെ. നമ്മുടെ വീട്ടിലൊരു പച്ചമുളക് ഉണങ്ങി കഴിഞ്ഞാൽ അതിന് എന്ത് കളറാണ്? ഒരു യെല്ലോ കളറാണ്. ഞാൻ ആലോചിച്ചപ്പോ ശരിയാണല്ലോ, കളറായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഇതിനകത്ത് ചിക്കൻ മസാല, മുളക് പൊടി, പിന്നെ എന്താ പറയുന്നത്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ വാരി തട്ടി ഇടുന്നുണ്ട്. ഇതിന്റെ ഒന്നും അളവ് ഞാൻ നോക്കിയില്ല. എല്ലാം കൂടെ വാരി തട്ടിയിട്ട് ഇളക്കി മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചീനി വേവിച്ച് അമ്മ ഊറ്റാനായിട്ട് എടുത്തോണ്ട് വന്നു. ഇന്നാളും ചീനി ഊറ്റിയപ്പോഴാണ് പൊള്ളിയത്. അപ്പൊ ഞാൻ പറയാണ് അമ്മ സൂക്ഷിക്കണം, അരി അപ്പുറത്ത് ഊറ്റി ഇട്ടിട്ടുണ്ട്, അടച്ചിട്ടിട്ടുണ്ട്. ചീനി ഊറ്റുമ്പോ ഞാൻ പറഞ്ഞു പിന്നെയും പറയുന്നുണ്ടായിരുന്നു അടുത്ത് നിന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ പറയുന്നത് കേട്ട് അമ്മ വീണ്ടും ടെൻഷൻ അടിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് ചെയ്യുമ്പോ പേടിയല്ലേ.
അങ്ങനെ ഒരു ക്ലിപ്പ് എടുത്തങ്ങ് ഇടും. അതാണ് ലാസ്റ്റ്. ക്ലിപ്പ് ഇട്ട് അടച്ച് അവിടെ കിടക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല ക്ലിപ്പ് ഇട്ട. അപ്പൊ പിന്നെ വെളിയിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തുകൊണ്ട് പോയി അവിടെ ഇട്ട് എല്ലാം കൂടെ ഇട്ട് ചിക്കനും തട്ടിയിട്ട് വഴറ്റി കൂട്ടുന്നുണ്ട് അനിയത്തി. അപ്പൊ ഭയങ്കര തട്ടിക്കൂട്ടാനും വഴട്ടാനും എക്സ്പീരിയൻസ് ആണ്. എന്നോട് ഇളക്കാൻ പറയുമ്പോൾ ഞാൻ ആ തവി എടുത്ത് കിണക്കാന്ന് പറഞ്ഞ് ഇളക്കും. അത് ഇഷ്ടമല്ല. ഇങ്ങനെ സ്പീഡിൽ ഇളക്കി എടുക്കണം, വഴറ്റി എടുക്കണം. കണ്ടില്ലേ ആ ഒരു ഇളക്കിന്റെ രീതി. അപ്പൊ ഒന്ന് സോഫയിൽ ഇരുന്ന് മുടിയൊക്കെ കോതി ഇങ്ങനെ ഞാനിങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഓണം വരുമ്പോൾ എല്ലാവരും ഇവിടെയാണല്ലോ, അപ്പൊ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ചിക്കന്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരിപ്പാണ്. ചെറുപയറിന്റെ പരിപ്പ് ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പൊ ആ ചിക്കൻ കറിക്കുള്ള തേങ്ങയൊക്കെ ഷൈനി തിരുമുമായിരുന്നു. ഷൈനി മീൻസ് എന്റെ അനിയത്തി. അതെടുത്ത് അരച്ചു കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ച ചെറുപയർ മിക്സിയിലിട്ട് ഒരു 2 ഡ്രിൽ അടിക്കും. ആ 2 ഡ്രിൽ അടിക്കുമ്പോൾ അതൊന്ന് ചതഞ്ഞ് ക്രഷായി വരും. അരച്ചിട്ട് ഈ സാധനം കൂടെ എല്ലാം കൂടെ എടുത്തിട്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് ചതച്ച് അതൊരു പേസ്റ്റ് പരുവത്തിലാവും. ഇതെല്ലാം കൂടെ കടുവറുത്തൊഴിക്കുമ്പോ ഒരു മണം ഉണ്ടല്ലോ ഗൈസ്. ആ പരിപ്പ് മാത്രം മതി ഗൈസ് ചോറുണ്ണാൻ. അതായത് സദ്യക്ക് പോയാൽ ഞാൻ പരിപ്പേ കഴിക്കാറുള്ളൂ. വേറെ ഒന്നും സാമ്പാർ വേണ്ട, ഒന്നും വേണ്ട. അവിയല്, അച്ചാറ്, എന്താണ് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം തിരുവനന്തപുരത്തൊക്കെ തോരൻ പരിപ്പിന്റെയാണ്. ഈ കൊട്ടാരക്കര ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ടൊക്കെ ഇതാണെന്ന് തോന്നുന്നു പരിപ്പ്, ചെറുപയറിന്റെ. ഇതാണ് ഒറിജിനൽ പരിപ്പ് എന്നാണ് എന്റെ വിശ്വാസം. ചിക്കൻ കറി ആയി വരുന്നു ഗൈസ്. ഒന്ന് ഉപ്പ് നോക്കാൻ പോയി. ഉപ്പ് നോക്കാനായിട്ട് അമ്മയ്ക്കും കൊടുത്തു. അമ്മയുടെ കൈ പൊള്ളി. അമ്മ ഉപ്പ് നോക്കിയിട്ട് ഒറ്റ ഓട്ടാകത്തോണ്ട് കൈ പൊള്ളി, കൈ ഒരു ഓടുക. പിന്നെ അമ്മ ഈ ചതക്കുന്ന സാധനം നമ്മുടെ ചീനിക്കകത്ത് ഇടാനുള്ള സാധനങ്ങളാണ്. അതായത് വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ചതച്ച് അതിനകത്തോട്ടൊരു തട്ടാണ്. അപ്പോഴത്തേക്ക് മുറുക്ക് കിട്ടിയപ്പോ മുറുക്കിന്റെ കവറും പിടിച്ചു. എന്റെ മുറുക്ക് കട്ട് തിന്നുന്ന എന്റെ ഇളയ മാമൻ. എന്റെ ഒരു മാമനും വന്ന് എന്റെ തട്ടി പറിച്ച് മാമനും കഴിച്ചു. പിന്നെ കറിയൊക്കെ ആയി. പപ്പാടെ ഒരു ഫ്രണ്ട് വന്നു. അവരെല്ലാവരുടെ ഫുഡ് കഴിച്ച് അവിടെ ഇരുന്നപ്പം പപ്പാടെ മാല പണയം വെക്കാൻ തരുമോന്ന് ഞാൻ ചോദിക്കുമായിരുന്നു, ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ. പപ്പ ഒന്നും മിണ്ടിയില്ല, മൈൻഡ്. പിന്നെ ഞാനും ഇച്ചിരി ചോറിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ചോറൊക്കെ തട്ടി ഇടുന്നുണ്ട് പ്ലേറ്റിൽ. നിങ്ങൾ കാണുന്നോണ്ടാണ് കഴിച്ചത്. ഞാൻ ഇച്ചിരി ചോറിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ചോറിട്ട് കഴിക്കുന്നതാണ്. ചുമ്മാതാട്ടോ, ഞാൻ തള്ളിയതാ. ആവശ്യത്തിനുള്ള ചോറേ ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ ചോറൊക്കെ ഇങ്ങനെ ഇട്ടു. പിന്നെ അതിനകത്തായിട്ട് കുറച്ച് പരിപ്പ്, കുറച്ച് ചിക്കന്, പിന്നെ എന്താണ് ഒരു പപ്പടം, ഇച്ചിരി ചീനിയും വെച്ചിട്ട് ചോറ് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ചോറിനും കറികൾക്കും കഴിക്കാൻ ഭയങ്കര, അതായത് പണ്ടോട്ടേ കഴിച്ച ആ ഒരു ടേസ്റ്റ് വായി നിൽക്കുന്നുണ്ടാവും. എന്താ ഒരു ടേസ്റ്റ് അല്ലേ അമ്മ വെക്കായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പുറത്ത് പോയാലും അതൊക്കെ തന്നെയാണ്. പക്ഷെ എന്തോ വീട്ടിലെ ഒരു നൊസ്റ്റുമാണ് അപ്പൊ ഞാൻ ഇന്നാണ് ഗൈസ്. അപ്പൊ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ്.